ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചള്ള് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കിടിലൻ ചക്കത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൂക്കാത്ത ചള്ള് ചക്കയാണ്. ഇത് വെച്ചിട്ട് പുഴുക്കുണ്ടാക്കാനോ വരകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു തോരന് നമുക്കിത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചക്ക മുറിച്ചെടുക്കുക. അതിന് ശേഷം അതിൽ നിന്നും ചോള നമുക്ക് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ചോള ഇതുപോലെ എടുത്തത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചക്കക്കുരു ചോളയും മാറി മാറി എടുക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുരുവായിരിക്കും ഇതിനുണ്ടാകാൻ. ചള്ള് ചക്കയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലും ഒക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചക്കയുടെ ചോളയും തോല് കളഞ്ഞിട്ടുള്ള കുരുവും ഞാൻ വേറെ വേറെ എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ചോളയും കുരുവും ഒരുമിച്ച് തന്നെ ഇതൊരു പാത്രത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി മുറിച്ചെടുത്തിട്ടുള്ള ചക്കച്ചോളയും കുരുവും കൂടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കണം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ചക്ക അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തോരൽ നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടുതലൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 3 വറ്റലമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ 2 വിസിലേ നമുക്ക് വേണ്ടൂ. അപ്പോൾ അതിൽ കൂടുതലായാൽ വല്ലാതെ അടിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ഈ വെന്തിട്ടുള്ള ചക്ക നമ്മൾ വാട്ടി വെച്ച ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ 2 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല തോരന് കണക്കായ പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം അടുപ്പത്ത് വെക്കുകയൊന്നും വേണ്ട. വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി വെക്കാവുന്നതാണ്. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ വിളമ്പി കഴിക്കാവുന്നതാണ്. ഈ ഒരു ചൂട് കാലത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.